അവര് ബഹുമാനപ്പെട്ട മന്ത്രി സർ, ഇവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദ്ദീനെതിരായി ഗുരുതരമായൊരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിലില്ല, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സർ, വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിൻ്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതൊരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല. എന്തെന്ന് പറഞ്ഞു? അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ ഒന്നും പറഞ്ഞില്ല. എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ പാടില്ല. അദ്ദേഹം ഒരു മുതിർന്ന അംഗമാണ്. അങ്ങനെ അദ്ദേഹത്തിന് പറയാം ചെയ്ത് ശരിയായില്ല എന്ന് പറയാം. അതിനകത്ത് ഉപയോഗിച്ച ഒരുപക്ഷെ സഡൻ പ്രൊവക്കേഷൻ ആയിരിക്കാം, പക്ഷെ പറഞ്ഞ രീതി ശരിയായില്ല. പ്ലീസ് പ്ലീസ് അവസരം കൊടുത്തില്ലെങ്കിൽ നോ ഞാൻ കേട്ടല്ലോ റെക്കോർഡ് ചെയർ കേൾക്കുന്നതിനപ്പുറത്ത് എന്ത് റെക്കോർഡാണ്? ചെയർ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് റെക്കോർഡാണ്. ഞാൻ കേട്ടല്ലോ, ചെയർ കേട്ടല്ലോ. ഒരു അംഗത്തെ പരസ്യമായി ഒരു മന്ത്രി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ശരിയല്ലല്ലോ. Order, please. Yes. Sir, ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഷംസുദ്ദീൻ ഉപയോഗിച്ച പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ്. ആ പറഞ്ഞ പദം ഈ രേഖയിൽ നിന്ന് പിൻവലിക്കണം, അയാൾ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടാണ്. വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത്. ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത്. അത് ഞാനോട് പറയണോ? അന്ന് പറഞ്ഞല്ലോ. ആ പോയിന്റിൽ നടത്തിയിട്ടുണ്ട്, ശുദ്ധ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ സർ, ഇത് കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യ. സർ, ഇനിയിപ്പോൾ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് സാർ, ഇവർ പുറത്തേക്ക് പോയി, പക്ഷെ എന്നാലും ക്രിയാത്മകമായിട്ടുള്ളൊരു നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജ്വരവും നിങ്ങളുടെ ഗൈഡ് ലൈനിൽ ഇങ്ങനെയുണ്ട്. അവരുടെ വിദഗ്ധരുടെ അഭിപ്രായം ചോദിക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ നിങ്ങളിത് മാറ്റാനായിട്ട് കഴിയുമോ? ചർച്ച ചെയ്യാമല്ലോ സാർ. അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഈ കിണറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ക്ലോറിനേഷന് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ സാർ. സാർ, ഇന്ന് ഞാൻ കാണുന്നത് DYFI അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സാർ. അത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം സാർ, അതിൽ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പോൾ ആ നിലയിൽ അവർ കണ്ടത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. സാർ, ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബഹുമാനപ്പെട്ട ഈ സഭയോടും സാർ, ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് സാർ? അല്ലെങ്കിൽ ഇത് മസ്തിഷ്ക മരണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുമായിരുന്നു സാർ. കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗ്ലേറിയ ആണെങ്കിൽ സാർ 98% മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ. അതുപോലെ സാർ, അക്കാൻഡമീബ മൂലമുള്ള മസ്തിഷ്ക ജ്വരങ്ങളാണ് എങ്കിൽ സാർ, അത് അവിടെ നിന്ന് ഒരു 60% മുകളിൽ മോർട്ടാലിറ്റിയുള്ള രോഗത്തെ അതിൽ നിന്ന് ആളുകളെ ഇപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞു 24% ഈ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാർ. അതുകൊണ്ട് എയർലി ഡിറ്റക്ഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. അതിൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ളവ അത് തയ്യാറാക്കിയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നമുക്ക് അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാർ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, അതുപോലെ പാറക്കുളങ്ങൾ ഇവിടെ നീന്തരുത്. അതോടൊപ്പം മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല. മൂക്കിലേക്ക് വെള്ളം കയറുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. സ്വിമ്മിംഗ് പൂളുകൾ, അതോടൊപ്പം മറ്റ് വാട്ടർ തീം പാർക്കുകൾ, ഇവിടങ്ങളിലെ പൂളുകൾ അവ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. അവിടെ രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം. ഇതെല്ലാം സാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി പറയട്ടെ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് തദ്ദേശ വകുപ്പും ഹരിത കേരള മിഷനും
മറ്റ് ആരോഗ്യ വകുപ്പും അതോടൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സർ ഈ അറിയാതെ പോകുമായിരുന്ന, ചികിത്സിക്കപ്പെടാതെ മരണത്തിലേക്ക് പോകുമായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ച് തന്നെ സർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉറവിടം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. സർ, ഇവിടെ ഗൈഡ് ലൈൻ ഉൾപ്പെടെ ഞാനിവിടെ വെച്ചതുകൊണ്ട് സർ അതിലേക്ക് വിശദമായിട്ട് ഈ അവസരത്തിൽ പോകുന്നില്ല. ഈ ബഹുമാനപ്പെട്ട അംഗങ്ങൾ, ബഹുമാന്യനായിട്ടുള്ള മണ്ണാർക്കാട് അംഗം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ സർ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ തൊട്ടടുത്ത് സർ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. 25-ാം തീയതി ഞാൻ അട്ടപ്പാടിയിലേക്ക് പോവുക. ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ കൂടി ഒരു സൗകര്യം കണ്ടുകൊണ്ടാണ് 23 എന്നുള്ളത്, അത് 22 എന്നുള്ളത് 25-ലേക്ക് മാറ്റിയത്. എന്താണെന്ന് അറിയുമോ സാർ? അവിടെ 20 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു സാർ. അട്ടപ്പാടിയിൽ അവിടെ അത്രയും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നിയോ നേറ്റൽ ICU ഉൾപ്പെടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള പ്രസവ വാർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാർ അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടാണ്. അട്ടപ്പാടിയിൽ ഒരു കാര്യം കൂടി പറയട്ടെ സാർ, ഗോത്രവർഗ വിഭാഗത്തിൽ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 28.9% ആയിരുന്നു സാർ. 28.9%. 2012 കാര്യമാണ് ഞാൻ പറയുന്നത് സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 2025-26 അവിടെ 6.8 അതിനെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചു സാർ.